താഴെയുള്ളവര് പഠിക്കുന്നുണ്ടോ? ചെറിയൊരു രണ്ടാളും. നിങ്ങളുടെ അച്ഛൻ ഒന്നും തരില്ലേ? ആദ്യമൊക്കെ തന്നിരുന്നു. ഇപ്പോ ചെറിയൊരു രണ്ടാളെ അയച്ചു നോക്കി, ഒന്നും കൊടുത്തയച്ചില്ല. പാവം. ഇപ്പൊ അച്ഛൻ വേറെ സംബന്ധം കഴിച്ചിട്ടുണ്ടത്രേ. ആണായാലും പെണ്ണായാലും മണ്ടേല് വരെ നന്നാവണം. നീ വിളക്കടച്ചു പോയി കിടന്നോ. അതിനെ അഴിച്ചു കെട്ടിക്കോ. ചില നേരത്തെ ആളെ കണ്ട അതിനൊരു കുറുമ്പുണ്ട്, സൂക്ഷിക്കാൻ നട്ടുവോ. ആ നിനക്ക് ചവിട്ടലും കുത്തലും ഒക്കെ ഉണ്ടോ? എന്നെ മറിച്ചിടാൻ നോക്കിയാലേ നിനക്ക് ഞാൻ കഞ്ഞിവെള്ളവും തരില്ല, വൈക്കോലും തരില്ല. തരം കിട്ടിയാൽ തല്ലും ചെയ്യും. ആളോട് നിന്നെ പറ്റി വെറുതെ പറയല്ലേ. ഇഷ്ടമില്ലാത്തവര് വരുമ്പോ വികൃതി കാട്ടും. അങ്ങനെ തന്നെ വേണം. നടന്നോ നടന്നോ. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അമ്മേ. ഇങ്ങനെ വെള്ളം കലക്കിയാലോ കുട്ടികളെ, അടിയിൽ അപ്പടി ചേറല്ലേ. അബൂക്കരേ, ഒരു പുട്ടും പഴം. ഈ പുട്ടും കടലും കുഴച്ച് തിന്നാ അതിന്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. പപ്പടം കൂടി ഉണ്ടാക്കിയ ശേഷം ഇതെനിക്കാ. അച്ഛനാട് കഴിഞ്ഞ പറയണേ. അബൂക്കരേ, കുട്ടിശങ്കരമന്നെ ഒരു പുട്ടും കടലയും കൊടുക്കൂ, ഒരു പപ്പടവും. എന്താ നിലപ്പഴി ഒന്ന് മാറ്റിക്കൂടാക്കി.
സ്വല്പം അങ്ങോട്ട് മാറി ഇരിക്കുക, എല്ലാവർക്കും ഇരിക്കണ്ടേ? അച്ഛനാരെ ഒന്നുമില്ല. മേനോൻ കഴിക്കൂ. പ്രസാദം വേണോ? നമ്പൂരി എനിക്ക് കുറച്ചേറെ ഇട്ടു. എന്താ അകത്ത് കയറി തൊഴാത്തെ? പണിയുണ്ട്. കുട്ടി ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ കിഴക്കുംപാട്ട്. അത് ശരി. കുട്ടി തന്നെ ഇവിടെ പാർക്കാൻ നിൽക്കണേ. നേരത്തെ വരായിരുന്നില്ലേ? ഇന്ന് രാവിലെ അമ്പലക്കുളത്തിൽ പൂ വിരിഞ്ഞിരുന്നു. ഇന്നലെ സന്ധ്യക്ക് തൃപ്പടിമേൽ ആരോ പണം വെച്ചിരുന്നു. പൂപ്പയും വിരിഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല, ഇവിടുത്തെ തേവരുടെ വിശേഷം അത്. എന്തെങ്കിലും കാര്യസാധ്യത്തിന് പണം വെച്ചാൽ നടക്കും ചാല് കാലത്ത് പൂ വിരിയും. നീലച്ച താമര ഒന്നേ വിരിയൂ. അത് വേറെ ലോകത്തിൽ എവിടെയില്ല. പരീക്ഷിക്കാൻ വെച്ചാലൊന്നും വിരിയില്ല കേട്ടോ. എവിടുന്നൊക്കെ ആളുകൾ വരുന്ന വിചാരം. വേറെ അമ്പലങ്ങളിൽ ശുദ്ധികലശം വേണമെങ്കിൽ ഈ പൂ വേണം. എവിടെയാ വീട്? ഞാൻ ക്ഷാരത്തിയാണ്. ഏടത്തി വന്നോ മണി? അടുത്ത ആഴ്ച എത്തും. ആ, കുട്ടി നടന്നോളൂ. ഇനി എപ്പോഴും കാണാലോ. ഹരിദാസൻ എന്നാ വരുന്നേ? മാളുകുട്ടിയമ്മയുടെ മകൻ. അറിയില്ല. ഈറ മാറാൻ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്വ്. ഇവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എത്രയായാലും ഈ തറവാട്ടിലല്ലേ. എന്തേ? രാവിലെ എണീറ്റ ഈ മേനോൻ ആ ചായപ്പിടിയിലെ ആളുകളുടെ ചിരിയിൽ നോക്കി കുത്തിയിരിക്കും. ആളുകൾ പുളിച്ച ചീത്ത പറഞ്ഞാലും നാണല്ലാച്ച ഞാൻ വെറുതെ പോയതാ മാളുകെടുത്തിയെ. കിഴക്കേ വേലി പൊളിഞ്ഞു കിടക്കുക. അത് നീർത്ത അച്ഛന്മാരൊന്ന് സഹായിക്കൂ. ചായയൊക്കെ ഞാൻ തരാം. നീ എന്താ? ഞാൻ ചായ കുടിക്കാനല്ല വന്നത്. അതുകൊണ്ടാ പറഞ്ഞതൊന്ന് സഹായിക്കാൻ. ശ്ശോ, എന്താ വെയില അച്ഛനാര്. ആ, നല്ല വെയിലുണ്ട്. നോക്കാൻ വയ്യ. ഓയ്യോ അമ്മേ. എന്റെ അമ്പാൻ എണീറ്റ് ഞാൻ തണലുണ്ടാക്കി തരാം. പതുക്കെ പതുക്കെ ശരീരം അനങ്ങാതെ വാ. എനിക്ക് വെയിലുള്ള വിധമൊന്നുമില്ല കേട്ടോ. എന്താ തല നീക്കാളൂ. പാവം. അമ്മ ചായ. പലഹാരം ഉണ്ടാക്കണോ? നമ്മള് മാത്രല്ലേ ഉള്ളൂ. ചായ മതി. നേരത്തെ ഊണിന് ഏർപ്പാടാക്കിക്കോ. നേരെ ഉച്ചയായി. എന്നിട്ട് മുറ്റടിക്കാൻ കാളിയുടെ എഴുന്നള്ളത്ത് കാണുന്നില്ലല്ലോ.